ഈ ഹോണസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, ഈ ക്ലബിൻ്റെ ഈ പേരിനെ ഇന്നർത്ഥമാക്കുന്ന രീതിയിൽ ഇവരെ പ്രവർത്തനം. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, അതിൻ്റെ കൂടാതെ ഓരോ വാക്കുകൾക്കും ഓരോ മീനിങ് ഉണ്ട്. അതൊന്ന് നമ്മുടെ യാത്രയെ അത്രയും ഹോണസ്റ്റ്ലി ആണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. യാത്ര മാത്രമല്ല, നമ്മൾ നടത്തുന്ന പ്രകൃതി ക്യാമ്പുകൾ ഒക്കെ. അതുകൊണ്ട് തന്നെ ഹോണസ്റ്റിനെ നമ്മൾ പേരെടുക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതൊരു ഹോണസ്റ്റ്ലി ആയി ഒരു പേര് വേണമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ഹോണസ്റ്റിലുള്ള ഓരോ ലെറ്ററിനും ഓരോ എക്സ്പാൻഷൻ ഉണ്ട്. അത് ഹോണസ്റ്റ് ഓർഗനൈസേഷൻ ഫോർ നേച്ചർ എൻവയൺമെൻറ്റ് സർവീസ് ആൻഡ് ട്രാവൽ. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അത് നമ്മളിപ്പോഴും ഹോണസ്റ്റ്ലി കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള. സാധാരണ ഒരു ക്ലബ്ബ് മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ ഒരുപാട് യാത്രാ ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ യാത്രാ ഗ്രൂപ്പുകളൊക്കെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് അത് അഭിപ്രായ വ്യത്യാസം മൂലം ഇല്ലാണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ ഹോണസ്റ്റ് എന്ന് പറയുന്നത് രൂപീകരിച്ചിട്ട് ഇന്ന് മഹത്തായ 6ാം വർഷത്തിലേക്ക് കടന്നു, അല്ലേ? 6ാം വർഷത്തിലേക്ക് കടന്നു. ഇന്നും ആ ടീമിൻ്റെ ഐക്യവും ആ ടീം കെട്ടുറപ്പും ഒരാൾ പോലും കൊഴിഞ്ഞു പോകാതെ. പറഞ്ഞതുപോലെ നമ്മളിതിനു മുമ്പ് മറ്റ് പല ടീമുകളുടെ കൂടെ അല്ലെങ്കിൽ യാത്രാ ക്ലബ്ബുകളുടെ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഇതുപോലെ നമ്മുടെ ഇതുപോലെയുള്ള പല പേരുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കണ്ട ഒരുപാട് മോശം പ്രവണതകൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുനിന്ന് നമ്മൾ അങ്ങനെയുള്ള യാത്രകളിൽ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ നമ്മളുടെ താല്പര്യവും ഒക്കെ ഒന്നാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഹോണസ്റ്റ് എന്നുള്ള പേര് കൊടുക്കാൻ പോലും ഇതാണ് കാരണം. എന്തായാലും ഇനിയും ഈ ക്ലബ്ബ് നല്ല നല്ല രീതിയിലുള്ള യാത്രകൾ സംഘടിപ്പിക്കട്ടെ. ഈ ക്ലബിൻ്റെ അംഗത്വം എടുക്കാനും ഈ ക്ലബിൻ്റെ ഭാഗമാക്കാനൊക്കെ കൃത്യമായൊരു പ്രൊസീജിയർ ഈ ക്ലബ്ബ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോഴും വന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഈ ക്ലബിൻ്റെ യാത്രാ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് 2 യാത്ര ഹോണസ്റ്റിൻ്റെ കൂടെ കൃത്യമായ രീതിയിലുള്ള അച്ചടക്കത്തോടുകൂടെ ചെയ്തതിന് ശേഷം ഹോണസ്റ്റിൻ്റെ അംഗമാകാൻ ക്വാളിഫൈഡ് ആണോ എന്നവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു മെമ്പർഷിപ്പ് തന്നെ കൊടുക്കണം. അത് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം യാത്രകൾ ചെയ്യുന്നവരെല്ലാം ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷേ ആ യാത്ര സ്നേഹിക്കുന്നവരാണോ പ്രകൃതിയായിട്ട് ഇണങ്ങുന്നവരാണോ എന്നവർ കൃത്യമായ 2 യാത്രകൾ എൻ്റെ ഭാരവാഹികൾ സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ആ 3ാമത്തെ യാത്രയിൽ പങ്കെടുക്കുമ്പോൾ ക്ലബിൻ്റെ അംഗത്വം കൊടുക്കുന്നു. അംഗത്വത്തിന് കൃത്യമായ രീതിയിലുള്ള ഇതൊക്കെയുണ്ട്, സത്യപ്രസ്താവനകളും അതിൻ്റെ ഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചുരുക്കം, എനിക്ക് തോന്നുന്നു അപൂർവം ചില ക്ലബ്ബുകൾ മാത്രമേ ഈ രീതിയിൽ കേരളത്തിൽ യാത്രകൾ സംഘടിപ്പിക്കുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പല സംഘടനകളും പിന്നെ ഗവൺമെൻറ് ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യും, അതിനെ പല രീതിയിലും ദുരുപയോഗം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു മുമ്പ് ഇതുപോലെ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ ഈ ക്ലബ്ബ് 1 രൂപ പോലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ക്യാമ്പ് നടത്തിയാൽ പരമാവധി അതിൽ സൈറ്റിൽ പോയി സംസാരിച്ച് സെറ്റ് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും നല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള സർക്കാർ അനുവദിച്ചിട്ടുള്ള ട്രക്കിങ്ങുകളെ നടത്താറുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് 1 രൂപയാണെങ്കിൽ 1 രൂപ ഈക്വലി ഡിവൈഡ് ചെയ്തുകൊണ്ട് മാത്രമേ ലാഭം എടുക്കാതെ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. റാഫിക പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഭരണഘടനയുണ്ട്. ബൈലോ പ്രകാരം മാത്രമാണ് നമ്മളിപ്പോഴും പോകുന്നത്. അത് നമ്മുടെ അക്കൗണ്ട്സ് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഓഡിറ്റിന് ഇരയാക്കപ്പെട്ടാണ് എല്ലാം അതിൻ്റെ കാര്യങ്ങൾ ഹോണസ്റ്റ്ലി ചെയ്യുന്നൊരു സംഘടനയാണെന്ന് നമുക്കൊരു അഹങ്കാരത്തോടുകൂടി പറയാം. അതെ, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ ഈ ക്ലബിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലിരുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ഈ ജനറൽ ബോഡിയിൽ ഇത് നമ്മൾ ഒഴിഞ്ഞു. അപ്പോൾ എൻ്റെ പുതിയ സാരഥികൾക്ക് സ്ഥാനം ഏൽപ്പിച്ചു. അപ്പോൾ അതത്തെ അടുത്ത അനുഭവം കൊണ്ട് എനിക്ക് തന്നെ പറയാൻ കഴിയും. കൃത്യമായ രീതിയിൽ ഒരു അച്ചടക്കത്തോടു കൂടി യാത്ര. ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇല്ലീഗലായ ഒരു ആക്ടിവിറ്റീസും ഇല്ലീഗലായ ഒരു ട്രക്കിങ്ങും ക്ലബ്ബ് ചെയ്യാറില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. അതിനെക്കാട്ട് എടുത്തു പറയേണ്ട വേറെ വിഷയങ്ങളുണ്ട്. ക്ലബിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ എല്ലാവർക്കും ഉള്ളതുപോലെ. ആ സാമൂഹിക പ്രതിബദ്ധത ക്ലബ്ബ് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ കേരളം നേരിടുന്ന ഓരോ ദുരന്തത്തിനും
ക്ലബിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷനും അതുപോലെ മാൻ പവറും എല്ലാം ഈ ക്ലബിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തുണ്ടായ വയനാട് ദുരന്തത്തിൽ പോലും ക്ലബ്ബ് അതിൻ്റെതായ ഇടപെടലുകളും അതിൻ്റെ കഷ്ടത അനുഭവിച്ചവർക്ക് വേണ്ടിയുള്ള തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും